കണ്ടില്ലേ? ഈ സ്വഭാവം നമ്മളിൽ പലർക്കും കാണാം. എന്താണല്ലേ ഇതിൽ ഇത്ര വലിയ പ്രത്യേകത? എന്നാൽ പ്രത്യേകതയുണ്ട്. ഇതാണ് OCD. സോ വാട്ട്സ് OCD? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഇതിൽ പ്രധാനമായും 2 വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ രോഗം അല്ലെങ്കിൽ എന്താണ് ഈ രോഗാവസ്ഥയെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം. പ്രധാനമായും ഒബ്സഷൻ, കമ്പൽഷൻ. എന്താണ് ഒബ്സഷൻ എന്ന് നോക്കാം. നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പോലും അനുവാദമില്ലാതെ ചില ചിന്തകളും തോന്നലുകളും കയറി വരും. ഈ ചിന്തകളെയും തോന്നലുകളെയും മറികടക്കാൻ വേണ്ടി നാം ശ്രമിക്കും തോറും ആ മനുഷ്യനിൽ സമ്മർദ്ദം കൂടും. അങ്ങനെ സമ്മർദ്ദം കൂടുമ്പോൾ എന്താ ചെയ്യുക? വ്യത്യസ്തതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഇതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കമ്പൽഷൻ എന്ന് നോക്കാം. ഈ ഒബ്സസീവായിട്ടുള്ള ചിന്തകളെ മറികടക്കാൻ വേണ്ടി ആ വ്യക്തി നിരന്തരമായ ശാരീരിക പ്രവർത്തനങ്ങളിലോ മാനസിക പ്രവർത്തനങ്ങളിലോ ആവർത്തിതമായി ചെയ്യുന്ന പ്രവൃത്തികളിലെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കയ്യിൽ എപ്പോഴും അഴുക്കുള്ളതായി തോന്നും. അതുകൊണ്ട് തന്നെ ആ തോന്നൽ നമ്മളെ നിരന്തരമായി കൈ കഴുകാൻ പ്രേരിപ്പിക്കും. കയ്യിലുള്ള അഴുക്ക് കളയുന്നതൊക്കെ സ്വാഭാവികം. എന്നാൽ ആ കൈ കഴുകൽ നീണ്ടു പോയാലോ? അവിടെയാണ് OCD എന്ന രോഗം വരുന്നത്. പണ്ട് മാത്രമല്ല, ഇപ്പോഴും നന്നായി കൈ കഴുകുന്ന ഒരു മനുഷ്യൻ 1-2 മിനിറ്റ് കൂടുതൽ എടുക്കുവാണെങ്കിൽ നാം അവരെ വിളിക്കുന്നത് എന്താണ്? നല്ല വൃത്തിയുള്ളയാൾ. എന്നാൽ പതുക്കെ ഈ മനുഷ്യൻ വൃത്തി കൂടി OCD എന്ന രോഗാവസ്ഥയിലേക്ക് എത്തുന്നു. OCD പല തരത്തിലുണ്ട്. വൃത്തി മാത്രമല്ല OCD. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അറേഞ്ച്മെന്റ്, അതായത് വസ്തുക്കൾ കൃത്യമായ സ്ഥലങ്ങളിൽ ഒതുക്കി വെക്കുന്ന OCDയുടെ ലക്ഷണമാണ്. ഒരു വസ്തു ആ സ്ഥലത്ത് നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവർക്ക് അവിടെ സമ്മർദ്ദം ഉണ്ടാകുന്നു, അവിടെ ആ രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നു. അതുമാത്രമല്ല, നമ്മൾ ബാങ്കിലൊക്കെ പോകുന്ന മനുഷ്യരാണ്. അവിടെ നമ്മൾ അക്കൗണ്ട് നമ്പർ എഴുതുമ്പോൾ ആ അക്കൗണ്ട് നമ്പർ എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിക്കും അല്ലെങ്കിൽ ആവർത്തിച്ച് എഴുതുമെന്ന് ചിന്തിച്ചു നോക്കും. അവിടെ OCD ഉണ്ടാകാം. ടോയ്ലറ്റിൽ പോയി ഫ്ലഷ് ചെയ്യുന്ന മനുഷ്യർ, നമ്മൾ ഒരു പ്രാവശ്യം ഫ്ലഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സംശയമാണ് ടോയ്ലറ്റ് ക്ലീൻ ആയോ ഇല്ലയോ. അതും OCDയുടെ ലക്ഷണമാണ്. ഇത് മാത്രമല്ല, നിരവധി ഉദാഹരണങ്ങളുണ്ട്. നാം എല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ് കിച്ചൺ. ഈ കിച്ചണിലെ സിലിണ്ടർ ഓഫ് ചെയ്തോ ഇല്ലയോ നാം നിരന്തരമായി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് ഡോർ ലോക്ക് ചെയ്തോ ഇല്ലയോ എന്ന്. ഇതെല്ലാം നാം വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ OCD. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഡോർ ലോക്ക് ചെയ്തു, വീണ്ടും എന്തുകൊണ്ടാണ് ഡോർ ലോക്ക് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാൻ വരുന്നു. ഇതാണ് OCD. മൂർച്ചയുള്ള ഒരു കത്തി കാണുമ്പോൾ ആ കത്തി ഉപയോഗിച്ച് നിങ്ങൾ ആരെയെങ്കിലും അപായപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. സ്വീഡനിലെ കരോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ അടുത്തിടെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയിരുന്നു. ഇതിൽ OCD ഉള്ള ആളുകളിൽ അകാല മരണം സംഭവിക്കാനുള്ള സാധ്യത 82% കൂടുതലാണെന്നാണ് പറയുന്നത്. ഈ മരണങ്ങൾക്ക് ചിലപ്പോൾ വളരെ സ്വാഭാവികമായും മറ്റു ചിലപ്പോൾ അസ്വാഭാവികമായുമുള്ള കാരണങ്ങൾ ഉണ്ടായെന്ന് വരാം. നമ്മളിലും നമുക്ക് ചുറ്റുമുള്ളവരിലും OCD ഉണ്ട്. ഇത്രയും ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളും ഒരു OCD പേഷ്യൻ്റ് ആണെന്ന്. നിങ്ങളിലോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലോ OCD കാണാമെന്ന്. എന്നാൽ OCD എന്ന രോഗാവസ്ഥയെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല. കൃത്യമായ ചികിത്സാ രീതിയിലൂടെ OCDയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ മരുന്നുകൾ എടുക്കുക, 2ാം ഘട്ടത്തിൽ ബിഹേവിയറൽ തെറാപ്പി എടുക്കുക. ഇത് മാത്രമല്ല, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓപ്പണായി സംസാരിക്കുക. ഉറപ്പായും OCD എന്ന രോഗാവസ്ഥയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും.